നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏറനാട് എക്സ്പ്രസ് ട്രെയിനായി കാത്തു നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന ഈ ട്രെയിൻ രാവിലെ 9:03 തൃശ്ശൂർ എത്തിച്ചേരേണ്ടത്. കൃത്യസമയത്ത് ട്രെയിൻ വന്നെങ്കിലും പലയിടത്തായി ഒരുപാട് സമയം പിടിച്ചിടുകയുണ്ടായി. അങ്ങനെ അരമണിക്കൂർ വൈകി ഉച്ചയ്ക്ക് 2:42 ഞാൻ കണ്ണൂരിലെത്തി. കണ്ണൂർ ജില്ലയിലൂടെ മറ്റു ജില്ലകളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും ട്രെയിനുകളിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഇറങ്ങുന്നതും കണ്ണൂർ കാണാനായി വരുന്നതും. കണ്ണൂരിലെ പ്രസിദ്ധവും പുരാതനവുമായ സെന്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. സെന്റ് ആഞ്ചലോ ഫോർട്ട് അഥവാ കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ടയിലേക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. 25 രൂപയാണ് പ്രവേശന തുക. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. ഏകദേശം 520 വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ കോട്ടയ്ക്ക്. ആയിരത്തി 498 വാസ്കോ ഡി ഗാമ ആദ്യമായി ഇന്ത്യയിൽ വന്നപ്പോൾ അന്നത്തെ നാട്ടുരാജാവായിരുന്ന കോലത്തിരി രാജാവ് മലബാറിൽ പോർച്ചുഗീസുകാർക്ക് ഒരു വാസസ്ഥലം പണിയുന്നതിനായി സ്ഥലം അനുവദിച്ചു. തുടർന്ന് 1505 കോലത്തിരി രാജാവ് പോർച്ചുഗീസ് നേതാവായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്കു അവരുടെ വാസസ്ഥലത്ത് ഒരു കോട്ട പണിയുവാനായി അനുമതി നൽകി. അനുമതി ലഭിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോർച്ചുഗീസുകാർ മരം കൊണ്ടുള്ള ഒരു കോട്ട നിർമ്മിക്കുകയും തുടർന്ന് 2 കപ്പലുകളിലായി 150 സൈനികരുള്ള ഒരു പോർച്ചുഗീസ് പട്ടാളത്തെ നയിച്ചിരുന്ന ലോറൻകോ ബ്രിട്ടോയെ ഈ കോട്ടയുടെ ആദ്യ ക്യാപ്റ്റനാക്കി കോട്ട നിർമ്മിച്ച അൽമേഡ ആദ്യ വൈസ്രോയായി കോട്ടയുടെ ഭരണം തുടങ്ങി. 1507 വൈസ്രോയി അൽമേഡ കോട്ട ശക്തിപ്പെടുത്തുന്നതിനായി ഒരു കൽക്കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. അതിൽ അസ്വസ്ഥനായ കോലത്തിരി രാജാവ് കോഴിക്കോട് സാമൂതിരിയുടെ സഹായത്തോടെ കണ്ണൂർ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. 4 മാസത്തോളം നീണ്ടുനിന്ന കണ്ണൂർ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ വിജയിക്കുകയും തുടർന്നുള്ള 156 വർഷങ്ങൾ അവർ ഈ കോട്ട ഭരിക്കുകയും ചെയ്തു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുക്കുകയും തുടർന്ന് അവർ ഹോളണ്ടിയ, സീലാൻഡിയ, ഫ്രീസ്ലാൻഡിയ എന്നീ കോട്ടലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് കോട്ട നവീകരിക്കുകയും യഥാർത്ഥ പോർച്ചുഗീസ് കോട്ട പിന്നീട് പൊളിച്ചു മാറ്റുകയും ചെയ്തു. തുടർന്നുള്ള 110 വർഷങ്ങൾ ഡച്ചുകാർ ഈ കോട്ട ഭരിക്കുകയും 1772 അവർ അറക്കൽ രാജാവായ അലി രാജയ്ക്ക് കോട്ട വിൽക്കുകയും പിന്നീട് 1790 ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചടക്കി 1947 വരെ മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി ഈ കോട്ടയെ അവർ ഉപയോഗിച്ചു. ത്രികോണാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടയുടെ ഒരു വശത്ത് അറബിക്കടലാണ്. കടലിൽ നിന്നും നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് വെയിലുണ്ടെങ്കിലും ചൂട് കുറവാണ്. കോട്ടയ്ക്കുള്ളിൽ സന്ദർശകർക്കായി ടോയ്ലറ്റ്, ബേബി ഫീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളുണ്ടെങ്കിലും ലഘുഭക്ഷണ പാനീയ വിതരണശാലയുടെ അഭാവമുള്ളതുകൊണ്ട് ചൂട് കാലത്ത് ഇവിടെ വരുന്നവർ ധാരാളം വെള്ളം കരുതേണ്ടതാണ്. ഈ കാണുന്ന കെട്ടിടം സൈനികർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ചാപ്പലായിരുന്നു.
പോർച്ചുഗീസുകാരുടെയോ ഡച്ചുകാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ധാരാളം പീരങ്കികൾ ഇവിടെ കാണാം. കോട്ടയിലെ ഈ കാണുന്ന കെട്ടിടങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ആർമി ബാരക്കുകളാണ്. കോട്ടയ്ക്കുള്ളിൽ കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിന്റെ അടിയിൽ കൂടി ഒരു രഹസ്യ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. ആയിരത്തി 1745 മുതൽ 55 വരെയുള്ള കാലത്തെ ഡച്ച് കമാൻഡറിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പഴയ ഡച്ച് ഭാഷയിൽ കൊത്തിയ ശിലാഫലകമാണിത്. കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ആദ്യകാല എണ്ണവിളക്കിന്റെ കാലും ഒരു വിളക്കുമാടവും നമുക്കിവിടെ കാണാം. ആർമി ബാരക്കുകളുടെ അരികെ ഒരു കുതിരാലയവും സ്ഥിതി ചെയ്യുന്നു. മാപ്പിള ബേ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യബന്ധന തുറമുഖമാണ് അങ്ങേ അകലെ കാണുന്നത്. സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഭാഗമായി നടത്തിയ ഉത്ഖനനത്തിൽ തേങ്ങയുടെയും ഓറഞ്ചിന്റെയും മറ്റും വലിപ്പവും 250 ഗ്രാം മുതൽ 9 കിലോ വരെ തൂക്കമുള്ള 35,000-ഓളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തിയുണ്ടായി. അങ്ങനെ കണ്ണൂരിലെ പ്രശസ്തമായ സെയിന്റ് ആഞ്ചലോ ഫോർട്ടിനോട് വിട പറയാൻ സമയമായി. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ കണ്ണൂർ യാത്രാ വിശേഷങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുത്തൻ യാത്രാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.